കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടികയിൽ നിർമ്മിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. കാക്കനാടിന് സമീപം പള്ളിക്കരക്ക് തൊട്ടരികിലായി 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി 5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ റോഡാണ് നമുക്ക് കാണുവാനായി കഴിയുക. നല്ലൊരു ബോക്സി കണ്ടംപററി എലവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകൾ അടക്കം നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിലേക്ക് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിച്ചാൽ നേരെ കാണുന്നത് വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചും മുൻഭാഗത്തെ മുറ്റവുമാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന ഈ മുറ്റത്ത് 2 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. കുടിവെള്ളത്തിനായി കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി കണക്ഷനുമാണ് ഉപയോഗപ്പെടുത്തുവാനായി കഴിയുക. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 600 മീറ്ററും പള്ളിക്കര മെയിൻ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 12 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 15 മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ യാതൊരു ട്രാഫിക് ബ്ലോക്കുകളുമില്ലാതെ എത്തിച്ചേരുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. നല്ല രീതിയിലുള്ള സൗകര്യം ലഭിക്കുന്ന ഭാഗങ്ങളാണ് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയുക. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. വിശാലമായി തന്നെയാണ് ഈ ഭാഗവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത്. വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ക്ലോസ്ഡ് കിച്ചണായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ വലിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് നമുക്ക് കാണുവാനായി കഴിയുക. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള ടൈലും ഗ്രാനൈറ്റും തന്നെയാണ് മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകപ്പെട്ടിരിക്കുന്നു. അതിന് താഴ്ഭാഗത്തായി ഇനി ഗ്ലാസ് കൂടി വരുവാനുണ്ട്. വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്ന ഒരു വാർഡ്രോബ് തന്നെ കാണുവാൻ കഴിയും. ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് ഇതും. നമുക്കിനി വീടിൻ്റെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും നല്ല രീതിയിലുള്ള ഒരു വിശാലതയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ വിശാലമായിട്ടുള്ള ബാൽക്കണി യൂട്ടിലിറ്റി ഏരിയ ഭാഗങ്ങളിലേക്കാണ്. വിശാലമായിട്ടാണ് ഈ 2 ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1 കോടിയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിച്ച് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുന്നതിനും ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.